അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മോഡേൺ അറബിക് ബൈ ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ടാണ് നാം വിശകലനം ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. നെയ്മർ യഖ്തരിബു മിൻ റസീദി പെലെ. നെയ്മർ എന്ന ബ്രസീലിയൻ കളിക്കാരൻ യഖ്തരിബു അടുക്കുന്നു മിൻ റസീദി പെലെ, പെലെയുടെ സ്കോറിനോട് ഫി ഖായിമത്തി ഹദ്ദാഫൈൽ ബ്രസീൽ, ബ്രസീലിൻ്റെ ഗോളടിക്കാരിൽ സ്കോറേഴ്സ് ലിസ്റ്റിൽ ബഅദ തസ്ജീലി സലാസ അഹ്ദാഫി അമാമ പെറോ, പെറുവിൻ്റെ മുമ്പിൽ 3 ഗോളുകൾ രേഖപ്പെടുത്തിയതിന് ശേഷം ബ്രസീലിൻ്റെ സ്കോറേഴ്സ് ലിസ്റ്റിൽ പെലെയുടെ സ്കോറിനോട് നെയ്മർ അടുക്കുന്നു. ഇതാണ് ഹെഡിങ്. ഇനി ആ ചിത്രത്തിൻ്റെ താഴെയുള്ള വരിയിൽ സജ്ജല നെയ്മർ രേഖപ്പെടുത്തി, റെക്കോർഡ് ചെയ്തു ഹദഫഹു, അദ്ദേഹത്തിൻ്റെ ഗോൾ അദ്ദുവലി ഇൻ്റർനാഷണൽ അന്തർദേശീയ റക്കം 64 ഫി മുബാറാത്തി മാച്ചിൽ മത്സരത്തിൽ അമാമ മുൻതഖിബി പെറോ എന്ന ടീമിനെതിരെ ഉള്ള മത്സരത്തിൽ 64 നമ്പർ ഇൻ്റർനാഷണൽ ഗോൾ നെയ്മർ രേഖപ്പെടുത്തി. തഖദ്ദമ നെയ്മർ മൂവ് ഫോർവേഡ്, മുന്നോട്ട് നീങ്ങി, ലിയഹ്തല്ല നേടിയെടുക്കാൻ, ഒക്കുപ്പൈ ചെയ്യാൻ, അൽ മർക്കസ അസാനി രണ്ടാമത്തെ സ്ഥാനം, സെക്കൻഡ് പൊസിഷൻ, അല ഖായിമ ഹദ്ദാഫിൽ ബ്രസീലിൻ്റെ സ്കോറേഴ്സ് ലിസ്റ്റിൽ ബഅദൽ ലാഇബി അൽ ബ്രസീലിയൻ കളിക്കാരന് ശേഷം അൽ അഷ്ഹൂർ പെലെ എന്ന പ്രസിദ്ധനായ ബ്രസീലിയൻ കളിക്കാരന് ശേഷം തൊട്ടടുത്ത് ഗോളടിക്കാരുടെ ലിസ്റ്റിൽ, സ്കോറേഴ്സ് ലിസ്റ്റിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ നെയ്മർ ഒന്നും കൂടി മുന്നോട്ട് പോയി എന്നാണ്. വദാലിക, ഇത് ബഅദ തസ്ജീലി നെയ്മർ അടിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയതിന് ശേഷമാണ്, സലാസ അഹ്ദാഫ് 3 ഗോള് ലി ഫരീഖിഹി, അദ്ദേഹത്തിൻ്റെ ടീമിന് വേണ്ടി, അമാമ പെറോവിന് എതിരെ, അല്ലെങ്കിൽ പെറോവിന് മുമ്പിൽ, ഫിൽ മുബാറയാത്തിൽ മുബാറയാത്ത് എന്ന് പറഞ്ഞാൽ മത്സരങ്ങളിൽ, അൽ മുഅഹില എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ്, യോഗ്യതാ മത്സരത്തിനാണ് പറയുക മുബാറാത്തുൽ മുഅഹില, യോഗ്യതാ മത്സരത്തിൽ, ലി ബുത്തൂല എന്ന ചാമ്പ്യൻഷിപ്പ്, ലി ബുത്തൂലത്തി കൈസിൽ ആലം 2022 ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിനുള്ള യോഗ്യതാ മത്സരത്തിൽ മുഹാജിം പാരീസ് സെന്റ് ജർമ്മൻ്റെ ഈ സ്ട്രൈക്കർ, മുഹാജിം എന്ന് പറഞ്ഞാൽ അറ്റാക്കർ എന്നാണ് പറയുക, അത് ഫുട്ബോളിലേക്ക് മാറുമ്പോൾ സ്ട്രൈക്കർ അല്ലെങ്കിൽ ഫോർവേഡ് എന്ന്. പാരീസ് സെന്റ് ജർമ്മൻ്റെ സ്ട്രൈക്കർ സാധിച്ചു തസ്ജീല ഹദഫഹു, അദ്ദേഹത്തിൻ്റെ ഗോള് രേഖപ്പെടുത്താൻ, അദ്ദുവലി ഇൻ്റർനാഷണൽ റക്കം 64 ബിത്തസ്ദീദത്തി ഫി വഖ്തിൻ മുതഅഖിറിൻ, ഈ വൈകിയ സമയത്തും സാധിച്ചു, ലിയഫൂസ ഫരീഖഹു, അദ്ദേഹത്തിൻ്റെ ടീമിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി, ഫിൽ മുബാറാത്തി മാച്ചിൽ, ബിനതീജത്തി ബൈ ദ റിസൾട്ട് ഓഫ് 2-4 റിസൾട്ടിന്. വതഖദ്ദമത് പെറു മുന്നോട്ട് ഗമിച്ചു, മറത്തൈനി 2 പ്രാവശ്യം, ലിമ എന്നൊരു സ്ഥലത്തിൻ്റെ പേരാണ്, മാച്ച് നടന്ന സ്ഥലം. ബൈദ അന്ന, പക്ഷേ, നെയ്മർ നജഹ, അദ്ദേഹം വിജയിച്ചു, ഫി തസ്ജീലി രേഖപ്പെടുത്താൻ, റെക്കോർഡ് ചെയ്യാൻ, റുക്ലത്തെ എന്ന് പറയുക കിക്കിനാണ് പറയാം, ജസ എന്ന് പറയുക പെനാൽറ്റി, റുക്ലത്തു ജസ എന്ന് പറഞ്ഞാൽ പെനാൽറ്റി കിക്ക്. അപ്പോൾ 2 പെനാൽറ്റി കിക്ക് നേടാൻ സാധിച്ചു. ലിയതഫവ്വഖ ബിറസീദി അഹ്ദാഫി അല റൊണാൾഡോ, മറികടക്കുന്നതിന് വേണ്ടി, ബിറസീദി അഹ്ദാഫി അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോർ കൊണ്ട്, അല റൊണാൾഡോയേക്കാൾ, അപ്പോൾ നിലവിൽ റൊണാൾഡോയേക്കാൾ മുന്നിൽ കടന്നിട്ടുണ്ട്. ഇപ്പോൾ പെലെയുടെ തൊട്ടടുത്താണുള്ളത്. വയഖ്തരിബു മിൻ റസീദി നജ്മുൽ ബ്രസീലിയൻ താരം പെലെയുടെ സ്കോറിനോട് അടുക്കാനും, അല്ലദീ സജ്ജല, എങ്ങനെയുള്ള ബ്രസീലിയൻ താരമാണ്, സജ്ജല 77 ഹദഫൻ, 77 ഗോളുകൾ രേഖപ്പെടുത്തിയ, റെക്കോർഡ് ചെയ്ത ബ്രസീലിയൻ താരം പെലെയുടെ സ്കോറിനോട് അടുക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അടുക്കുന്നതിന് വേണ്ടിയും. ഇതാണ്
നമ്മുടെ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വാർത്തയുമായിട്ട് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.